പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തുണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യം. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. പ്രിയ മക്കളെ, നാം ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നതിനെ അതിൻ്റെ ഫലം കണ്ടുകൊണ്ടാണ്. പക്ഷെ അത് ചെറുതായിട്ട് അത് മുളച്ചു വരുമ്പോഴോ അത് സ്വല്പം ഒരു തൈ പോലെ ആയിത്തീരുമ്പോഴോ ഒന്നും നമുക്കത് മനസ്സിലാകത്തില്ല ഏത് ഫലമായിരിക്കും അത് തരുന്നതെന്ന്. നോക്കൂ, മത്തായി സുവിശേഷം 12:33 പറയുന്നുണ്ട്, ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. നമുക്ക് ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെങ്കിൽ പ്രിയ മക്കളെ, മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? പലരും പുറമേ നോക്കുമ്പോൾ ചിരിച്ചു കാണിക്കും, പക്ഷേ അകമേ എങ്ങനെയാണെന്ന് നാം അറിയുന്നില്ല. മത്തായി സുവിശേഷം 7:15 പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. നോക്കൂ, ആടുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് യജമാനന്റെ ശബ്ദം കേട്ട് പിൻഗമിക്കുന്നതാ. ആ നല്ല ഇടേൻ്റെ പുറകെ പോകുന്ന ആടുകളെ കുറിച്ച് അറിയാം. പക്ഷെ വേഷം മാത്രം ആടിൻ്റെ ആണെങ്കിൽ അവരുടെ അകം നോക്കൂ, കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾക്ക് തുല്യമാണ്. ചില പ്രവാചക വേഷം ധരിച്ച് നടക്കും, പക്ഷെ അവർ പറയുന്നത് സ്വന്തം ഹൃദയത്തിലുള്ളൂ. അതായത് മനുഷ്യരെ കാണുമ്പോൾ അവരുടെ സാഹചര്യം കാണുമ്പോഴൊക്കെ അതിന് തക്കവണ്ണം വളച്ചൊടച്ചൊക്കെ പ്രവാചകർ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നാം ഓരോന്നും തിരിച്ചറിയുന്നത് പ്രവൃത്തിയിലും വിശ്വാസത്തിൽ കൂടെയുമാണ് പ്രിയ മക്കളെ. മർക്കോസ് സുവിശേഷം 13:22 പറയുന്നുണ്ട്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയ മക്കളെ, അത്ഭുതങ്ങളും അടയാളം കണ്ട് ആരും ചതിക്കുഴിയിൽ വീഴാതിരിക്കുവാൻ നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവീൻ. മുന്നമേ പറഞ്ഞിരിക്കുക, പലതും കേൾക്കുകയും കാണുകയും നാം ചെയ്യുന്നത് ഇത് തന്നെയാ. നാം നമ്മെ തന്നെ സൂക്ഷിച്ചാൽ നന്നായിരിക്കും. മുന്നമേ ദൈവഹിതത്തിന് അല്ലാതെ വചനത്തിൽ നമ്മെ ഓരോന്നും പറയുന്നത് ഇനി നടക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെയാണെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം 2:8 പറയുന്നുണ്ട്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല. നോക്കൂ, പഠിച്ച പാഠങ്ങൾക്കനുസരിച്ച് അവർ പറഞ്ഞുകൊണ്ട് നടക്കുക. അത് ക്രിസ്തുവിൽ നിന്നോ യേശുപ്പൻ പറഞ്ഞതോ അതൊന്നുമല്ല പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ അവർക്ക് തോന്നുന്നത് പറയുന്നേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവഹിതത്തിന് എതിരായിട്ടുള്ള എല്ലാത്തിൽ നിന്നും നാം ഒഴിവുള്ളവരായിരിക്കണം. പലതും പറഞ്ഞ് ദൈവവചനത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഈ നാളുകളിൽ ശ്രമിക്കുന്നവർ ഏറെയാ. അതുകൊണ്ട് നാം കരുതലുള്ളവരായിരിക്കണം. നാം വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. വചനത്തിന് അധിഷ്ഠിതമായിട്ട് വേണം നാം ജീവിക്കുവാൻ. നമ്മൾ പ്രവചന വാക്കുകൾ അതിൻ്റെ പുറകെ പോകുവാനല്ല, പക്ഷേ നാം നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കും. പ്രിയ മക്കളെ, നമുക്കുള്ളത് പറഞ്ഞു തരും. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 2:1 പറയുന്നുണ്ട്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഹല്ലേലൂയ. നോക്കൂ, പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. നമ്മുടെ അപ്പനെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ.
തിരുവഴുത്തിൽ തന്നെ പറഞ്ഞിരിക്കുക, നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാർ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നാം എല്ലാ വിധത്തിലും നന്നായി തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യോഹന്നാന്റെ 1 ലേഖനം 4:1 പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഹല്ലേലൂയ. പ്രിയമക്കളെ നോക്കൂ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുക, ലോകത്തിലേക്ക് കള്ളപ്രവാചകന്മാർ പലരും പുറപ്പെട്ടിരിക്കുക. നാം ഒന്ന് ചോദിക്കണം, ഏതാത്മാവിൽ നിന്നാണ് ഇവര് പ്രവചനം പറയുന്നത് എന്ന്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്നതിന് എല്ലാത്തിനും നമ്മളങ്ങ് ചെവി കൊടുത്ത് അതിലേക്ക് പോകാതെ, ഹല്ലേലൂയ, ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ പറയുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചെടുക്കണം. ആകയാൽ നിങ്ങൾ അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയും. മത്തായി സുവിശേഷം 7:17 പറയുന്നുണ്ട്, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. ഇവിടെ വ്യക്തമായി പറയുകയാണ്, ഹല്ലേലൂയ, നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു. പ്രിയ മക്കളെ, അപ്പനിൽ വസിക്കുന്നുവെങ്കിൽ അപ്പനിൽ നിന്ന് നല്ല ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിട്ട് കളയുന്നു. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നാം ഓരോരുത്തരും നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു വേരൂന്നി വളർന്ന് നാം മറ്റുള്ളവർക്കും ഫലം കൊടുക്കുന്നവരായിരിക്കണം. ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയ മക്കളെ, യേശുപ്പൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് എടുക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, അപ്പനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ, നമ്മിൽ നിന്ന് നല്ല ഫലം കിട്ടണം. അതുകൊണ്ടാണ് നമ്മെ അപ്പച്ചൻ, ഹല്ലേലൂയ, ഈ ജനക്കൂട്ടത്തിൽ നിന്നെല്ലാം ഒന്ന് മാറി നമ്മളെ ഒന്ന് തെരഞ്ഞെടുത്തൊന്ന് വിട്ടേക്കുന്നത്. യേശുപ്പനെ ഫലം കായ്ക്കുന്നവരായിരിക്കണം. 21 വാക്യത്തിൽ നോക്കൂ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. ഇന്നെന്താ ദൈവത്തെ വിളിച്ചുകൊണ്ട്, അതായത് നേരായിട്ടല്ല, വെറുതെ ദൈവമാണെന്ന് പറഞ്ഞങ്ങ് നടക്കുക. പക്ഷെ ആ ദൈവങ്ങൾ നമ്മൾ സ്വർഗസ്നായ കർത്താവപ്പച്ചനിൽ വേണം വിശ്വസിക്കുവാൻ, അപ്പനിൽ വേണം നാം ആശ്രയം വയ്ക്കുവാൻ. ഇവിടെ പറഞ്ഞു നോക്കൂ, എന്നോട് ഹല്ലേലൂയ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി, കർത്താവിന് പ്രിയമുള്ള മക്കളായി നാം ഓരോരുത്തരും ആയിരിക്കണം. ഹല്ലേലൂയ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിത്യതയിൽ കർത്താപ്പച്ചനോട് ഒത്തൊരുമിച്ച് കാണാൻ സാധിക്കുക. ഹല്ലേലൂയ. അപ്പന് ഹിതമാവണ്ണം നടന്ന് അപ്പൻ്റെ സ്വഭാവത്തിൽ, ഹല്ലേലൂയ, വേരൂന്നി വളർന്ന് മറ്റുള്ളവർക്ക് നമ്മൾ ഫലമുള്ളവരായി തീരണം. ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. യേശു അപ്പച്ചന് കൊള്ളാകുന്ന മക്കളാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം. അതെങ്ങനെയാണ്? നമ്മുടെ ഹല്ലേലൂയ ഫലം കാണുമ്പോൾ നമ്മെ അവർ മനസ്സിലാക്കും. ഒരുവൻ ദൂരെ നിന്ന് തന്നെ നമ്മളുടെ ഹല്ലേലൂയ ചിലവരുടെയൊക്കെ കാണുമ്പോൾ തന്നെ ചിലവരെ മനസ്സിലാക്കുമല്ലോ, ഇവർ ഒരു ദൈവ പൈതലാണെന്ന്. പ്രിയ മക്കളെ, നമ്മയും അതുപോലെ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കണം. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവെ, അപ്പന് കൊള്ളാകുന്ന നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നല്ലൊരു വൃക്ഷമായി ഞങ്ങളെ ഓരോരുത്തരെ ആക്കിയെടുക്കണമേ. കർത്താവിന് പ്രയോജനപ്പെടണം. അനേകർക്ക് ഞങ്ങളൊരു തണലായി താങ്ങായി തീരുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ ഒരുക്കിയെടുക്കും. പ്രിയ മക്കളെ, വിശ്വാസത്തോട് നമുക്ക് മുന്നേറാം. കരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങയ്ക്ക് കൊള്ളാകുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായി ഓരോരുത്തരെയും ആക്കി തീർക്കണേ അപ്പ. അനേകർക്ക് ഹല്ലേലൂയ ഉപയോഗപ്രദമായി തീരുവാൻ സഹായം ചെയ്യണമേ. അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏതെല്ലാം വിഷയത്തിലൂടെ ഓരോ മക്കളും കടന്നു പോകുന്നു, അവരെ എല്ലാം കർത്താവെ കൂട്ടിച്ചേർത്ത് ഹല്ലേലൂയ അങ്ങയ്ക്ക് കൊള്ളാകുന്ന മക്കളാക്കി
മക്കളാക്കി എടുക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ ഓരോ മക്കളെ സന്ദർശിച്ച് അപ്പന്റെ മക്കളാക്കി എടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.